ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ലക്കത്തിൽ നാം ചിന്തിച്ചത് പരിശുദ്ധാത്മാവിനെ പറ്റിയാണല്ലോ. തുടർന്ന് ഇന്ന് ദൈവത്തിൽ ശരണപ്പെട്ട് നമുക്ക് യേശുക്രിസ്തുവിനെ പറ്റി തിരുവചന വെളിച്ചത്തിൽ ചിന്തിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനമാകുന്ന തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വം പഠന വിഷയമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ലോക ചരിത്രത്തെ തന്നെ BC എന്നും AD എന്നും വിഭജിക്കുവാൻ ഇടയാക്കിയ ചരിത്ര പുരുഷനായ അവതാരമാണ് യേശുക്രിസ്തു. ആരൊക്കെ നിഷേധിക്കാൻ ശ്രമിച്ചാലും തുറന്ന സത്യമായി യേശുക്രിസ്തു ചരിത്ര യാഥാർത്ഥ്യമായി പകൽ വെളിച്ചം പോലെ ശോഭിക്കുന്നു. കന്യകയിൽ നിന്ന് ജാതനായി ജീവിച്ച് ഏകദേശം 33 വയസ്സായപ്പോൾ യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചു കൊന്ന് അതിനുശേഷം കല്ലറയിൽ അടക്കപ്പെട്ടെങ്കിലും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40 നാൾ കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു എന്നും ഒരു വലിയ ജനവിഭാഗം വിശ്വസിക്കുന്നു. നമ്മുടെ പ്രധാന ചിന്താ വിഷയം യേശുക്രിസ്തു ദൈവമാണോ എന്നതാണ്. ദൈവത്തിന് 3 ആളത്വങ്ങളുണ്ടെങ്കിലും ഒരേ വ്യക്തിത്വമാണെന്നും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 വ്യക്തികളും കൂടി ത്രിയേക ദൈവമാണ് സത്യദൈവമെന്നും വിശ്വസിക്കുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. യഹോവ മാത്രമാണ് ഏകദൈവമെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. യേശുക്രിസ്തു തന്നെയാണ് യഹോവ എന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വിഭാഗവുമുണ്ട്. എന്നാൽ തിരുവെഴുത്ത് എന്തു പറയുന്നു എന്നതാണ് നമ്മുടെ പഠനത്തിന്റെ കാതലായ വിഷയം. നമ്മുടെ മുൻ അറിവുകളും ധാരണകളും തോന്നലുകളും അനുഭവങ്ങളും വിലയിരുത്തലുകളും മാറ്റിവെച്ചിട്ട് തുറന്ന മനസ്സോടെ യാഥാർത്ഥ്യബോധത്തോടെ പ്രാർത്ഥനയോടെ തിരുവചനം പഠിച്ചാൽ സത്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. അതിനായി തിരുവചനത്തിലേക്ക് നമുക്ക് കടക്കാം. പൂർവകാലത്ത് വെളിപ്പെടാതിരുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മം അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ വെളിപ്പാടിനാൽ പൗലോസിന് വെളിപ്പെട്ടത് ജാതികൾ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും എന്നുള്ളതാണ്. അല്ലാതെ സ്ത്രീത്വം എന്ന മർമ്മമല്ല. തിരുവചനം വായിക്കുന്നവർക്ക് അത് മനസ്സിലാകുമല്ലോ. അങ്ങനെ ഒരു മർമ്മം ബൈബിളിൽ ഇല്ല. യഹൂദന്മാർക്ക് മാത്രമല്ല, ജാതികൾക്കും രക്ഷയുണ്ടെന്നുള്ള സത്യം തന്നെയാണ് ഈ മർമ്മം. ഒരർത്ഥത്തിൽ നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ൽ നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് വാഗ്ദത്തം യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ആദ്യത്തെ പ്രവചനമായിട്ട് എനിക്ക് തോന്നുന്നു. തുടർന്ന് ഉൽപ്പത്തി പുസ്തകത്തിന്റെ തന്നെ 22-ാം അധ്യായത്തിലെ 18-ാം വാക്യത്തിലും 26-ാം അധ്യായത്തിലെ 5-ാം വാക്യത്തിലും നിന്റെ സന്തതി മൂലം ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുമെന്ന വാഗ്ദത്തം ദൈവം നൽകുന്നതായി നമുക്ക് കാണാം. ഈ വാക്യങ്ങൾ അപ്പസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലും ഗലാത്യ ലേഖനം 3-ന്റെ 8-ലും ഉദ്ധരിച്ചിരിക്കുന്നതായും നമുക്ക് കാണാം. അതുകൊണ്ട് ഇത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനമാണ് എന്ന് സംശയാതീതമായി നമുക്ക് വിശ്വസിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യമാണ് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ആദ്യത്തെ പ്രവചനമെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ജനമുണ്ട്. അത് തൽക്കാലം ഞാൻ ആ ഭാഗം അവിടെ അതിനെപ്പറ്റി പരാമർശിക്കുന്നില്ല. സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അല്പമായി ചിന്തിക്കാം മറ്റൊരവസരം. ഇതിന്റെ അവസാന ഭാഗം നമുക്കറിയാം. ആ ദൈവം കൽപ്പിച്ച, അതായത് 3-ാം അധ്യായത്തിലെ 15 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങളിൽ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാൻ ഉത്തരവാദികളായ പാമ്പ്, സ്ത്രീ, മനുഷ്യനെ ഈ 3 കഥാപാത്രങ്ങളെ ശിക്ഷാവിധി പറഞ്ഞു കേൾപ്പിക്കുന്ന ഭാഗമാണ് ഇതെന്ന് ഉൽപ്പത്തി 3-ന്റെ 14 മുതൽ 19 വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമുള്ളൂ. യേശുക്രിസ്തുവുമായി യാതൊരു ബന്ധവും ഇതിനുണ്ട് എന്ന് ചിന്തിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. അതെന്തുമായിട്ട് തൽക്കാലം അവിടെ നിൽക്കട്ടെ. സങ്കീർത്തനങ്ങളിലും മറ്റ് പഴയ നിയമഗ്രന്ഥങ്ങളിലും പരാമർശങ്ങൾ ധാരാളമുണ്ടെങ്കിലും
വിസ്താര ഭയത്താൽ അവയെ ഒഴിവാക്കി. നമുക്ക് യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്ന കാതലായ വിഷയത്തിലേക്ക് കടക്കാം. യെശയ്യാവ് 7:14 കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്നുള്ള തിരുവചനം മത്തായിയുടെ സുവിശേഷം 1:23 കോട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാമല്ലോ. വീണ്ടും യെശയ്യാ 9:6 നാം വായിക്കുന്ന വാക്യം യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കാൻ ഉപയോഗിക്കുന്ന ശക്തമായ വാക്യമാണല്ലോ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. ഈ വാക്യത്തിൽ വീരനാം ദൈവം, നിത്യപിതാവ് എന്നീ രണ്ട് പ്രയോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ ദൈവത്തെ ചൂണ്ടിക്കാണിക്കുന്നതായി വ്യാഖ്യാനിക്കാമല്ലോ. യെശയ്യാവ് 42-23 വാക്യങ്ങൾ ഫിലിപ്പിയ ലേഖനം 2:10 പറയുന്നതുമായി ഒത്തുനോക്കുമ്പോൾ യേശുക്രിസ്തു ദൈവമെന്ന് നമുക്ക് ചിന്തിക്കാൻ വഴിയുണ്ട്. അതുപോലെ സങ്കീർത്തനം 23:1 യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10-11-14 വാക്യങ്ങളിൽ ഞാൻ നല്ല ഇടയൻ എന്ന് യേശു തന്നെ പറയുന്ന വാക്യം ശ്രദ്ധിച്ചു നോക്കൂ. അപ്പോൾ യേശുക്രിസ്തു തന്നെയാണ് യഹോവയായ ദൈവമെന്ന് ന്യായമായി ഈ വാക്യം വെച്ചും വ്യാഖ്യാനിക്കാമല്ലോ. യേശുക്രിസ്തു തന്നെയാണ് യഹോവ എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന പല വാക്യങ്ങളും വേറെയുമുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം വാക്യവും യോഹന്നാന്റെ സുവിശേഷം 14-ാം വാക്യവും ഒക്കെ നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് വായിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം 14:7. തുടർന്ന് 11 വരെയുള്ള വാക്യങ്ങളും 14-ാം വാക്യവും വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വം കൂടുതൽ തെളിവായി കാണാം. യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാമെന്ന് താൻ തന്നെ പ്രസ്താവിച്ച ഒരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം വാക്യം. മത്തായി 9:6 പാപമോചനത്തിനുള്ള അധികാരം യേശുക്രിസ്തുവിനുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, തന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ താൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളുമൊക്കെ ദൈവിക അധികാരത്തെ തെളിയിക്കുന്ന തരത്തിലുള്ളവയാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്തെ തെളിയിക്കുന്ന പല പ്രധാന വാക്യങ്ങളും നമുക്ക് വേറെയുമുണ്ട്. റോമാലേഖനം 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവൻ സർവത്തിനും മീതെ ദൈവമായി വാഴ്ത്തപ്പെട്ടവൻ എന്നുണ്ടല്ലോ. കർത്താവിന്റെ ദൈവത്വം വ്യക്തമാണല്ലോ ഇതിനകത്ത്. അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനം 2:6, തീത്തോസ് 2:12 തുടങ്ങിയുള്ള വാക്യങ്ങളും യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കുന്നവ തന്നെയാണ്. 1 യോഹന്നാൻ 5:20 ദൈവത്വത്തെ തെളിയിക്കും. ഇതുവരെ ചിന്തിച്ച തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ സ്ഥാപിക്കുന്ന പല ഉദ്ധരണികൾ ശ്രദ്ധിക്കുണ്ടായല്ലോ. തിരുവഴുത്തിലെ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള മറ്റു സവിശേഷതകൾ കൂടി നമുക്ക് നോക്കാം. കർത്താവ് തന്നെ പറ്റി പറഞ്ഞ തിരുവചന ഭാഗങ്ങൾ നമുക്ക് നോക്കാം. യോഹന്നാൻ 3:11-21 വരെയുള്ള വാക്യങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. താൻ മശിഹായാണെന്നും ജീവന്റെ അപ്പമാണെന്നും വഴിയും സത്യവും ജീവനുമാണെന്നും പുനരുത്ഥാനം, മുന്തിരിവള്ളി, വാതിൽ, നല്ല ഇടയൻ, സ്നേഹിതൻ, വെളിച്ചം, ന്യായാധിപതി, രാജാവ്, നിത്യജീവൻ, ഗുരു, കർത്താവ്, നായകൻ, ദൈവപുത്രൻ, മനുഷ്യപുത്രൻ തുടങ്ങി അസാധാരണവും അത്ഭുതകരവുമായ വിശേഷണങ്ങൾ കർത്താവ് തന്നെ തിരുവായ്മൊഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ തിരുവചന വെളിച്ചത്തിൽ നമുക്കൊന്ന് നോക്കാം. അനന്യനായ, അനുപമനായ, ആരോടും താരതമ്യം ചെയ്യാൻ കഴിയാത്ത ദിവ്യ സ്വഭാവമുള്ള, അധികാരവും ശക്തിയുമുള്ള കർത്താവായ യേശുക്രിസ്തു ദൈവമാണോ എന്ന ചോദ്യം ഗൗരവമേറിയതാണ്. ഞാനും പിതാവും ഒന്നാകുന്നു എന്നും എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നും താൻ തന്നെ സാക്ഷ്യം പറഞ്ഞിരിക്കെ യേശുക്രിസ്തുവിന്റെ ദൈവത്തെ പറ്റി ചോദ്യം എന്തിന്? വെള്ളത്തെ വീഞ്ഞാക്കിയവൻ, കുരുടർക്ക് കാഴ്ച കൊടുത്തവൻ, മരിച്ചവരെ ഉയർപ്പിച്ചവൻ, പാപമോചനത്തിന് അധികാരമുള്ളവൻ, എല്ലാറ്റിലും ഉപരി നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മാനവകുലത്തെ നിത്യജീവന് യോഗ്യരാക്കി തീർത്തവൻ,
എല്ലാം സത്യം തന്നെ. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഏറ്റവും ഘനമായ വിശേഷങ്ങൾ മുമ്പേ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും അതിൻ്റെ ഗൗരവത്തെ കണക്കിലെടുത്ത് ഒന്നുകൂടി ഓർപ്പിക്കട്ടെ. നിത്യപിതാവ്, വീരനാം ദൈവം, മഹാദൈവം, സർവത്തിനും മീതെ ദൈവമായി വാഴ്ത്തപ്പെട്ടവൻ, ദൈവത്തോട് സമത്വമുള്ളവൻ തുടങ്ങിയുള്ള പദങ്ങൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ പറ്റി നമ്മുടെ ഒരു ശക്തമായ അവബോധം തരുമ്പോൾ തന്നെ അവഗണിക്കാനാവാത്ത മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ദൈവവചന വെളിച്ചത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. അവ കൂടി പ്രാർത്ഥനാപൂർവ്വം നമുക്ക് അവലോകനം ചെയ്യാം. ദൈവജനമേ, നാം ചിന്തിച്ച ഈ തിരുവചന ഭാഗത്തിൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ചില പരാമർശങ്ങൾ നടത്തിയല്ലോ. അതായത് പഴയ നിയമത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ സ്ത്രീയുടെ സന്തതി എന്നുള്ളത് യേശുക്രിസ്തുവിനെ പറ്റിയാണ് എന്ന് ഒരു വിശ്വാസം പൊതുവെ ഉണ്ട് എന്ന് പരാമർശിക്കുകയുണ്ടായത്. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുന്നത്: ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാകും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഈ വാക്യം യേശുക്രിസ്തു, ആ സ്ത്രീയുടെ സന്തതി എന്നുള്ളത് യേശുക്രിസ്തുവിനെ പറ്റിയാണ് എന്നതാണ് പൊതുവിലുള്ള ഒരു വിശ്വാസം. ഇവിടെ എൻ്റെ സംശയം ഇതാണ്: ഞാൻ നിനക്കും സ്ത്രീക്കും, നിനക്കെന്ന് ഉദ്ദേശിക്കുന്നത് പാമ്പ് പിശാചായിട്ട് കൂട്ടും. അങ്ങനെയാണെങ്കിൽ പിശാചിനും സ്ത്രീക്കും, സ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് മാതാവാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ അമ്മയായ മറിയമാണെന്നാണല്ലോ വയ്പ്. മറിയവും തമ്മിലും നിന്റെ സന്തതിക്ക് എന്ന് പറഞ്ഞാൽ ഈ പിശാചിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും, അതായത് അവളുടെ സന്തതി എന്ന് ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. ഇതാണ് വ്യാഖ്യാനമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എൻ്റെ സംശയം ഇതാണ്: ഈ പിശാചിന്റെ സന്തതി എന്ന് പറയുന്നത് ആരാണ് എന്ന് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നവർക്ക് ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ ദയവായി ആ പിശാചിന്റെ സന്തതിയുടെ പേരൊന്ന് പറയണം. അതാരാണ്, എവിടെയാണ് വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഒന്ന് വെളിപ്പെടുത്തിയാൽ ഉപകാരമായി. പിന്നെ അവൻ നിന്റെ തല തകർക്കും, അത് യേശുക്രിസ്തു തല തകർക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതായത് ഈ പിശാചിന്റെ സന്തതിയുടെ തല തകർക്കും എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും. അവൻ നിന്റെ തല തകർക്കും, സന്തതിയുടെ അല്ല, അവൻ നിന്റെ തല, ഈ പിശാചിന്റെ തല തകർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ അവന്റെ കുതികാൽ കടിക്കും. അപ്പോൾ ഈ യേശുക്രിസ്തുവിന്റെ കുതികാല് ഈ പിശാച് തകർത്തോ? ആണിയടിച്ചു എന്നുള്ളത് ശരിയാണ്, അത് കയ്യിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അല്ലാതെ കുതികാൽ തകർത്തു എന്ന് പറയുമ്പോൾ അത് തകർത്ത് ധരിപ്പണാകണ്ടേ? ആ നിലയിലൊരു സംഭവം നടന്നിട്ടുണ്ടോ? എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു സംശയം കൂടെയുണ്ട്. നമ്മൾ യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്: ദൈവത്തോട് അടുത്തു വരുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അതിന്റെ അർത്ഥമല്ല. ആ വാക്യമുണ്ടല്ലോ, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമാണ്: ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പൊ യേശുക്രിസ്തു പിശാചിന്റെ തല തകർത്തു കഴിഞ്ഞെങ്കിൽ പിന്നെ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ എന്ന ആവശ്യം? പിശാചില്ലല്ലോ. നിങ്ങൾക്ക് കേൾവിക്കാർക്ക് അത് മനസ്സിലാകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും പത്രോസിന്റെ ലേഖനത്തിലേക്ക് വന്നാൽ അതിനേക്കാൾ വിചിത്രമായ കൃത്യമായ ഒരു ചോദ്യമുണ്ട്. അവിടെ പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെയാണ്: നിർമ്മലരായ പിന്നെ ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പോ വിഴുങ്ങണമെങ്കിൽ വാ വേണോ, തല വേണോ? തലയില്ലാതെ വായില്ലല്ലോ, വിഴുങ്ങാനും പറ്റില്ലല്ലോ. അപ്പൊ പിശാച് ഇങ്ങനെ തിരഞ്ഞു ചുറ്റി നടക്കുകയാണെന്നാണ് പത്രോസ് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു പിശാചിന്റെ തല തകർത്തെങ്കിൽ പിന്നെ
ഈ വിഴുങ്ങാൻ വേണ്ടി അലറുന്ന സിംഹം പോലെ പിശാച് ചുറ്റി നടക്കുമോ? അതിനും ഒരു ഉത്തരം കിട്ടിയാൽ സന്തോഷമായി. പിന്നെ പൗലോസ് ധാരാളം സ്ഥലത്ത് പോരാട്ടമുണ്ടെന്നും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പിൻ. എഫേസ്യ ലേഖനം നമുക്കറിയാമല്ലോ, അതിന്റെ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ പിശാച് ക്രിസ്തുവിനോട് ലേഖാകെ നിങ്ങളെ വ്യതിചലിച്ച് കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു തുടങ്ങിയ അനേക വാക്യങ്ങൾ വേറെയുണ്ട്. ഇവിടെയൊക്കെ പിശാചിനെ പറ്റി പറയുന്നു. അപ്പോൾ യേശു ക്രിസ്തു പിശാചിന്റെ തല തകർത്തെങ്കിൽ പിന്നെ പിശാച് എവിടെയാണ് എന്നാണ് എൻ്റെ ചോദ്യം. തന്നെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വളരെ കൃത്യമായി പറയുന്നു, പുരാതനായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു. അവൻ കുറെ നാളിവിടെ ഭൂമിയിൽ തന്നെ പിന്നെ കഴിയുന്നു, അല്ലേ? അതൊക്കെ കൃത്യം. അത് കഴിഞ്ഞ് പിന്നെ 1000 ആണ്ടിലേക്ക് ബന്ധിക്കുന്നു. അത് കഴിഞ്ഞ് തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. ഒരിടത്തും തല തകർക്കുന്നതായിട്ട് സൂചനയേയില്ല. അപ്പോൾ പിന്നെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും എന്ന് പറയുന്നത് യേശുവാണ് എന്ന് എങ്ങനെ വ്യാഖ്യാനിക്കാം? അതെങ്ങനെ തെളിയിക്കാം? ആരെങ്കിലും ഉറക്കത്തിൽ സ്വപ്നം കണ്ടിച്ചോ അതെടുത്ത് പറഞ്ഞിട്ട് അത് കേട്ട് അതിങ്ങനെ പരത്തിക്കൊണ്ട് നടക്കുന്നതാണോ എന്ന് എനിക്ക് ചിന്ത വന്നു പോവുക. ഇത്തരം തെറ്റായ ദുർവ്യാഖ്യാനങ്ങൾ ദൈവജനമേ അതിൻ്റെ നിസ്സാരതയോടെ തന്നെ തള്ളിക്കളയൂ. മനുഷ്യന് വഞ്ചിക്കപ്പെടാതിരിപ്പാൻ, നാം കെണിയിലകപ്പെടാതിരിപ്പാൻ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം ഇവിടെ വിടുകയാണ്. ശ്രോതാക്കൾക്ക് ഏകദേശം 3-ാം അധ്യായം 15-ാം വാക്യത്തിലെ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിന്റെ അർത്ഥശൂന്യത മനസ്സിലാക്കി കാണുമല്ലോ. യേശുക്രിസ്തുവുമായി ഒരു ബന്ധവും അതിന് ഇല്ല എന്ന് വചനത്തിലൂടെ തന്നെ സ്പഷ്ടമായി നമുക്ക് തെളിയിക്കാൻ കഴിയും, ഇല്ലേ? അടുത്ത വാക്യവും നമുക്ക് നോക്കാം. അടുത്തതായി യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനമായിട്ട് കാണുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ്. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി, അടുത്ത 15-ാം വാക്യം, തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. 16-ാം വാക്യം, തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ ബാലന് പ്രായമാകും മുമ്പേ നീ വെറുക്കുന്ന 2 രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. ഇവിടെ ഈ 3 വാക്യങ്ങൾ നമ്മൾ വായിച്ചല്ലോ. ഈ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. കന്യക എന്ന് കണ്ടപ്പോഴേ അത് മാതാവുമായി ബന്ധപ്പെടുത്തി യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനമാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന വ്യാഖ്യാതാക്കളുടെ ഗതികേടിനെ പറ്റി എന്ത് പറയാൻ? നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ ഈ 1:21 ഒരു വാക്യമുണ്ട്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവം. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 14-ാം വാക്യത്തിൽ നമ്മൾ എന്താ കണ്ടത്? കന്യക ഗർഭിണിയായി മകനെ ജനിക്കുന്ന മകന്റെ പേര് ഇമ്മാനുവേൽ എന്നിടണമെന്നാണ് ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ ആഹാസ് രാജാവിനോട് പറയുന്നത്. എന്നാൽ യേശുക്രിസ്തുവിനെ മറിയം ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഗബ്രിയേൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് മറിയത്തോട് പറയുന്ന ഭാഗം, നിനക്ക് ജനിക്കുന്ന കുഞ്ഞിനെ നീ യേശു എന്ന് പേരിടണമെന്ന്. അതേ ഗബ്രിയേൽ ദൈവദൂതൻ യോസഫിനും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിന്റെ ഭാര്യയെ തള്ളിക്കളയരുത്, ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്, അതുകൊണ്ട് അവളെ കൈക്കൊള്ളണം, ജനിക്കുന്ന കുഞ്ഞിനെ നീ യേശു എന്ന് പേരിടും. 2 പേരോടും ഗബ്രിയേൽ ദൈവദൂതൻ ഇതേ പേര് നിർദ്ദേശിക്കുക. ദൈവം മറന്നുപോയിട്ടാണോ യെശയ്യാ പ്രവാചകനോട് ഇമ്മാനുവേൽ എന്ന് പേരിടുന്ന കാര്യം മറന്നുപോയിട്ടാണോ യേശു എന്ന് പേരിട്ടാൻ തീരുമാനിച്ചത്? അതെങ്കിലും ചിന്തിക്കാനുള്ള വിവരം ഈ
വ്യാഖ്യാതാക്കൾക്ക് ഇല്ലാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടവും സഹതാപവും തോന്നുകയാണ്. ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കാൻ അത് വെട്ടിവിഴുങ്ങുന്ന സാധാരണക്കാരായ പാവങ്ങൾ എന്തൊരു കഷ്ടം എന്നല്ലാതെ എന്ത് പറയേണ്ടു. ഈ 7-ാം അധ്യായത്തിലെ 14-ാം വാക്യം യേശു ക്രിസ്തുവുമായി ഒരു ബന്ധവുമില്ല. ഇവിടെ കന്യക എന്നൊരു വാക്യം കേട്ടപ്പോഴേക്കും മറിയം കന്യകയായിരുന്നതുകൊണ്ട് അതുമായിട്ട് അങ്ങ് ചുമ്മാ ബന്ധപ്പെടുത്തുക. ഇവിടെ കൃത്യമായിട്ട് ആ 7-ാം അധ്യായം വായിച്ചാൽ നമുക്കറിയാം യഹൂദ രാജാവായ ആഹാസിനോടുള്ള ദൈവത്തിന്റെ കൃത്യമായൊരു ദൂതാണ്. ആഹാസ് എന്ന രാജാവ് കന്യകയായ ഒരു യുവതിയെ കല്യാണം കഴിക്കുകയും ആ യുവതിക്ക് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമ്പോൾ അതിന് ഇമ്മാനുവേൽ എന്ന് പേരിടണമെന്നും ആ കുഞ്ഞ് പറഞ്ഞല്ലേ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കുമെന്നും അങ്ങനെ ഇച്ചിരി കഴിയുമ്പോഴേക്കും ഈ യുദ്ധം ചെയ്യാൻ വന്ന രണ്ട് ശത്രുക്കളായ അതായത് ശത്രുക്കളായ 2 രാജ്യങ്ങളും തകർക്കപ്പെടുമെന്നും ദൈവം ഒരു അടയാളം കൊടുത്തു എന്നേ ഉള്ളൂ. അതും യേശുവുമായിട്ട് എന്താ ബന്ധം വരുന്നത്? ചുമ്മാ കയറി ദുർവ്യാഖ്യാനങ്ങൾ കൊടുക്കുക. സങ്കടകരമായ അനുഭവം എന്നല്ലാതെ എന്തു പറയേണ്ടത് തിരുമക്കളെ. ദൈവജനം ഈ വിഷയം പ്രാർത്ഥനയോടെ തിരുവചനത്തിൽ വായിച്ച് ധ്യാനിച്ച് ഉറപ്പാക്കും. ഇത്തരം കപടോപദേശങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ഒരിക്കലും ഉള്ളിൽ കയറ്റരുതേ എന്ന് വിനയത്തോടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അടുത്ത ഒരു യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വ്യാഖ്യാനം നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ കാണാം. അത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു പ്രവചനം തന്നെയാണ്. ആ വാക്യം ഇതാണ്: യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അത്രയും ഭാഗം കറക്റ്റാണ്. അടുത്ത വാക്യം ശ്രദ്ധിക്കൂ. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇതും സത്യമാണ്. സത്യമെന്ന് എങ്ങനെ പറയാം? കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്കൂ. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അത് വരാൻ പോകുന്ന കാര്യം. അത് വരും ഉറപ്പായിട്ടും വരും. നമ്മുടെ വെളിപ്പാട് പുസ്തകത്തില് ആ അനുഭവം വരുമ്പോൾ യേശുക്രിസ്തു ആ തോളിൽ ആധിപത്യം ഉണ്ടാകും. പിന്നെ അവൻ അത്ഭുത മന്ത്രി. ഇപ്പോഴും യേശുക്രിസ്തുവിനെ അത്ഭുത മന്ത്രി എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. വീരനായ ദൈവമാണ് എന്ന് വിളിക്കുന്ന ധാരാളം വിശ്വാസികളുണ്ട്. യേശുവിനെ ദൈവമാണ് എന്ന് വിളിക്കുന്നവരുണ്ട്. നിത്യപിതാവ് എന്ന് വിളിക്കുന്നവർ എന്ന് പറഞ്ഞാൽ യേശുപ്പച്ചോ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന എത്രയോ വിശ്വാസികൾ ഇന്നും നമ്മുടെ ചുറ്റുപാടും കാണുന്നു. അതുപോലെ സമാധാന പ്രഭു എന്ന് ഈ കർത്താവ് എന്ന് പറഞ്ഞാൽ സമാധാനമല്ല, വാളത്തില കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പനെ മകനെതിരെയും അമ്മയെ മകൾക്കെതിരെയും ഞാൻ ഭിന്നിപ്പിക്കുമെന്ന് യേശു പറഞ്ഞിരിക്കുക. ഞാൻ വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞ അതേ കർത്താവ് എന്നിട്ട് ആ കർത്താവ് ഞാൻ ഇവിടെ സമാധാന പ്രഭുവാണ് എന്ന് പറയും. കർത്താവ് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നയിച്ചു പോകുന്ന ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം. അത് ദൈവസ്നേഹം ഇവിടെ നിറഞ്ഞവർ, യഥാർത്ഥ സ്നേഹം കണ്ടെത്തുന്നവർ സത്യമായും ആ സ്നേഹം, ആ സമാധാനം അനുഭവിക്കും. ഒരു സംശയവുമില്ല. പക്ഷെ ഇത് യേശുവിനെ വിളിച്ചു കഴിയുമ്പോഴേ, യേശുവിനെ കൈക്കൊണ്ട് കഴിയുമ്പോഴേ സമാധാനം കിട്ടി എന്ന് വിശ്വസിക്കുന്ന ആ വിവരക്കേടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു വിഷയം തിരുവചനത്തിൽ നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടില്ല, നൽകിയിട്ടുമില്ല. ഇവിടെ നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ 9-ാം വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവ് എന്ന് വിളിക്കരുത്, നിങ്ങൾക്ക് പിതാവ് ഒരുത്തനേ ഉള്ളൂ, സ്വർഗസ്വനായ യഹോവയായ ഏകസത്യ ദൈവം തന്നെ എന്ന അർത്ഥത്തിൽ കർത്താവിടെ പരാമർശിച്ചിരിക്കുന്നത് കാണാം. യേശുക്രിസ്തുവിനെ പറ്റി താൻ അവിടെ തന്നെ അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഗുരുവാണ്, നായകനാണ്. ഞാൻ നിങ്ങളുടെ ദൈവമല്ല, ഞാൻ നിങ്ങളുടെ നായകനാണ്. നിങ്ങളുടെ പിതാവ് എന്ന് പറയുന്ന ഒരുത്തനേ ഉള്ളൂ, അത് സ്വർഗസ്ഥൻ തന്നെ. അത്ര കൃത്യമായിട്ട് യേശുക്രിസ്തു വിശദീകരിച്ച് തന്നിട്ട് പോലും യേശു പിതാവേ എന്ന് വിളിക്കുന്ന ഒത്തിരി വിശ്വാസികളെ നാം കാണുന്നു, കേൾക്കുന്നു. ഇതാണ് നമ്മൾ പറയുന്നത് തെറ്റായി വ്യാഖ്യാനിക്കുകയും തെറ്റായി പഠിപ്പിക്കുകയും തെറ്റായി ചിന്തിക്കുകയും ചെയ്യുന്ന അബദ്ധങ്ങൾ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതെല്ലാം തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ നമുക്ക് സാധ്യമല്ല ദൈവമക്കളെ.
വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഇത്തരം അബദ്ധങ്ങളിൽ ഒഴിഞ്ഞു മാറുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം ഇവിടെ വിടുകയാണ്. യേശുക്രിസ്തുവിനെ പറ്റി ഏറ്റവും മനോഹരമായി എനിക്ക് തോന്നുന്ന ഭാഗം യോഹന്നാന്റെ 1-ാം ലേഖനം. അത് വായിച്ചാൽ യേശുക്രിസ്തുവിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനായ യോഹന്നാൻ തന്നെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ. യേശുക്രിസ്തു ക്രിസ്തുവാണെന്നും യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും വിശ്വസിച്ച് അംഗീകരിക്കുന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിഷയമെന്ന് അസന്നിഗ്ധമായിട്ട് അദ്ദേഹം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കഴിയുമെങ്കിൽ ദൈവജനം ആ യോഹന്നാന്റെ 1-ാം ലേഖനം 5 അധ്യായമേ ഉള്ളൂ, പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. പ്രാർത്ഥനാപൂർവം വായിച്ച് ഓരോ വാക്കും നിർത്തി ശാന്തമായി വായിച്ച് ധ്യാനിച്ച് ഒന്ന് ഗ്രഹിക്കാൻ ശ്രമിച്ചാൽ പല തെറ്റിദ്ധാരണകളും തിരുത്താൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ കൃത്യമായിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവായ ദൈവത്തോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടുമാകുന്നു എന്ന് പറയുക. ദൈവം പിതാവാണെന്നും യേശുക്രിസ്തു ആ പിതാവായ ദൈവത്തിന്റെ പുത്രനാണെന്നും കൃത്യമായിട്ട് അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടായ്മ പിതാവായ ദൈവത്തോടും യേശുക്രിസ്തുവിനോടും ആണ് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം. അതിന്റെ അർത്ഥം എന്താണ് എന്ന് ദൈവജനം ചിന്തിക്കൂ. ഒരു ഭാഗവും കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗത്ത് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ നോക്കിയാൽ എല്ലാ ലേഖനങ്ങളുടെയും ഒട്ടുമിക്ക ലേഖനം 1-2 ലേഖനം ഒഴിച്ചുള്ള എല്ലാ ലേഖനങ്ങളുടെയും ആരംഭത്തിൽ പിതാവായ ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും പേര് രണ്ടും എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാം. അപ്പോ പിതാവായ ദൈവവും യേശുക്രിസ്തു ഒന്നാണെങ്കിൽ ദൈവത്തിൽ നിന്ന് എന്നൊരൊറ്റ വാക്ക് മതിയല്ലോ. പക്ഷേ മിക്കവാറും എല്ലാ ലേഖനത്തിലും എടുത്തു പറഞ്ഞിരിക്കുന്ന ആദ്യം ദൈവത്തിന്റെ പേരും അതിനുശേഷം യേശുക്രിസ്തുവിന്റെ പേരും എടുത്തു പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് തന്നെ ഇവ 2 വ്യക്തികളാണെന്നും 2 വ്യക്തിത്വങ്ങളാണെന്നും കൃത്യമാണ്. അതുകൊണ്ട് അതൊരിക്കലും ഏകദൈവം എന്ന ആ ആശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നില്ല. മറിച്ച് അവ രണ്ടും 2 വ്യക്തികളാണ് എന്ന് തന്നെ അസന്നിഗ്ധമായി തെളിയിക്കുകയാണ്. യേശുക്രിസ്തു ഇപ്പോൾ സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ സന്നിധിയിൽ ഭാഗത്തിരിക്കുകയല്ലേ. അപ്പോ പിന്നെ ഈ 2 കാണേണ്ട കാര്യമില്ലല്ലോ വാസ്തവത്തിൽ. അപ്പോ എന്നിട്ട് പോലും ഇവരെ 2 പേരെയും 2 തന്നെ മിക്കവാറും എല്ലാ ലേഖനത്തിന്റെയും ആമുഖത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ അർത്ഥം എങ്ങനെ ഗ്രഹിക്കണമെന്ന് കേൾവിക്കാർ ദയവായി വിലയിരുത്തുക, ചിന്തിക്കുക. പിതാവായ ദൈവം സാക്ഷാൽ സത്യദൈവം, ഏക സത്യദൈവം. യേശുക്രിസ്തു ആ പിതാവായ ഏക ദൈവത്തിന്റെ ആദ്യജാതനായ ഏകജാതനായ ദൈവപുത്രൻ. ഈ ഭൂമിയിൽ വന്നപ്പോൾ ജനിച്ച കാര്യമല്ല. യേശുക്രിസ്തുവിന് അനാദിയിലൊരു ജനനം ദൈവം കൊടുത്തു. അന്നേരം മുതൽ ദൈവത്തിന്റെ പുത്രനാണ്. അത് ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ശ്രദ്ധിക്കാം, കേൾക്കാം, ധ്യാനിക്കാം. ദൈവം എവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.